ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. എക്സ്പ്ലനേഷനുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, PYQs മാത്രമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓൺലി PYQs വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അറിയാമല്ലോ. സെയിം പ്രോബ്ലം വന്നില്ലെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതവണ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡേ 1 നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഡേ 2 അതിൻ്റെ ബാക്കി തന്നെയാണ്, സാനിറ്ററിയുടെ ബാക്കിയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The oxidation number of Cr in Cr2O7 2- is options +7, +6, +5, +4. ഏതാണ് Cr2O7 2- ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, Cr2O7 2- ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, അത് സ്ലൈഡിനകത്ത് ഈ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ഒന്നും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ Cr2O7 2- എന്ന രീതിയിൽ നമ്മൾ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ നമ്മൾ ക്രോമിയാണ് അല്ലേ. ക്രോമിയത്തിനെ എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. എത്ര എക്സ് ഉണ്ട് ഇവിടെ? 2 എക്സ് ഉണ്ട്. ഓക്കെ, ഇനി ഓക്സിജൻ്റെ പ്രത്യേകത. അപ്പോൾ ക്രോമിയത്തിനെ എക്സ് ആയിട്ട് കണക്കാക്കി, 2 ക്രോമിയം ഉള്ളതുകൊണ്ട് 2x. ഇനി ഓക്സിജൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിന് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എഴുതുന്നത് -2 ആണ്. ഓക്കെ, -2 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 × -2 വരും. പിന്നെ ഇതിന് ടോട്ടലി നമുക്കൊരു ചാർജ് ഉണ്ട്. എത്രയാണ് അത്? 2- ആണ് ഇതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. 3 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എക്സ് എത്ര ഉണ്ടെന്ന് അറിയണം, അതായത് കണ്ടുപിടിക്കേണ്ട ആൾ എത്ര ഉണ്ടെന്ന് അറിയണം. പിന്നെ കൂടെ ഉള്ളത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2x അല്ലേ, 2x + 7 × -2. ഇത് ഓക്സിജൻ്റെ കണക്കാണ് കേട്ടോ. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് -2 ആണ്. ഇതിൽ നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ? ക്ലിയർ ആയോ? എക്സ് എന്ന് പറയുന്നത് ക്രോമിയാണ്. ക്രോമിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 ക്രോമിയം ഉണ്ട്. ഒരു ഓക്സിജൻ്റെ -2 ആണ്, 7 ഓക്സിജൻ ആണ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ് നമ്മുടെ ടോട്ടൽ ഓക്സിഡേഷൻ ചാർജ്. സോ അതെന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 2- ആണ്. തന്നിട്ടില്ലെങ്കിൽ 0 ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും 2x + -14 -14 -2 2x = ഈ -14 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? പ്ലസ് ആയി മാറും അല്ലേ. അപ്പോൾ -2 + 14 ആയിട്ട് മാറും. ദാറ്റ് ഈസ് = 12. അങ്ങനെയാണെങ്കിൽ 2x = 12 എന്ന് എഴുതാൻ പറ്റും. സോ x = 12/2 എന്താണ്? 6 ആണ്. അപ്പോൾ +6 ആണ് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും. നമ്മുടെ ഓപ്ഷനിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? യെസ്, +6 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിഗൻഡ് ഡെൻസിറ്റി ഓഫ് EDTA ഈസ് ഓപ്ഷൻസ് 6, 5, 4, 3. പലർക്കും അറിയാവുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. EDTAയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 6 ആണെന്ന് അല്ലേ. ഈ EDTA പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ് നമ്മുടെ EDTA എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ് EDTA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 6 കോർഡിനേറ്റ് ബോണ്ടുകളാണുള്ളത്. ഏത് ബോണ്ടാണെന്നറിയോ? കോർഡിനേറ്റ് ബോണ്ടാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. EDTA ഉള്ളത് എന്താണ്? കോർഡിനേറ്റ് ബോണ്ടാണ്. EDTA ഫുൾ ഫോം പഠിക്കണം. കോർഡിനേറ്റ് ബോണ്ടാണ്. പിന്നെ ഈ 6 എത്ര ഉണ്ട്? 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. അത് ആരുമായിട്ടാണ് ഇത് ബോണ്ട് ഫോം ചെയ്തിരിക്കുക? മെറ്റൽ അയോണുമായിട്ട് കേട്ടോ. അതായത് 4 ഓക്സിജൻ ആറ്റം ഫ്രം ദ കാർബോക്സിൽ ഗ്രൂപ്പ്, 2 നൈട്രജൻ ആറ്റം ഫ്രം ദ അമീൻ ഗ്രൂപ്പ്. 4 എണ്ണം ഓക്സിജൻ ആറ്റുമായിട്ടും ദെൻ 2 എണ്ണം നൈട്രജൻ, അമീൻ ഗ്രൂപ്പിലെ നൈട്രജനും ആറ്റുമായിട്ടും ബോണ്ട് ചെയ്തിരിക്കും. അങ്ങനെ ടോട്ടലായിട്ട് 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്റ്റേബിൾ ചീലേറ്റ് അല്ലെങ്കിൽ കീലേറ്റ് എന്നും പറയാറുണ്ട് ചിലർ. ഞാൻ ചീലേറ്റ് എന്നാണ് കേട്ടോ പഠിച്ചുള്ളത്. ചീലേറ്റ് കോംപ്ലക്സ് ആയിട്ട് നിൽക്കും. മനസ്സിലായോ? അപ്പോൾ EDTA എന്താണ്? എത്ര കോർഡിനേറ്റ് ബോണ്ടാണ്? ആരുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുന്നത് 4 ഓക്സിജൻ ആറ്റം ആണ് ഫ്രം കാർബോക്സിൽ ഗ്രൂപ്പും 2 നൈട്രജൻ ആറ്റം ഫ്രം ദ അമീൻ ഗ്രൂപ്പും. പിന്നെ എന്താണ്? ഒരു ചീലേറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ കീലേറ്റ് കോംപ്ലക്സ് ആയിട്ടാണ് ഇത് ഫോം ചെയ്തത്. സ്റ്റേബിൾ ആണ് കേട്ടോ, സ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ ഓഫ് BCC. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലതവണ ചോദിച്ചിട്ടുമുണ്ട്, പലർക്കും അറിയാവുന്ന ആൻസർ ആണ്. എത്രയാ നോക്കാം, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും അറിയാലോ അല്ലേ. അപ്പം BCCയുടെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യം അറിയണം. BCC എന്ന് പറഞ്ഞാൽ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണ്. ഇതിൽ സെൻറ്ററിൽ 1 ആറ്റം സെൻറ്ററിൽ ഉണ്ടായിരിക്കും, 8 എണ്ണം കോർണർ ആറ്റംസ് ആയിരിക്കും. അപ്പോൾ കോർണറിൽ 8 എണ്ണം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ കോൺട്രിബ്യൂഷൻ എടുക്കുമ്പം ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫ്രം കോർണേഴ്സ് എന്ന് പറയുമ്പോൾ 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. പിന്നെ നമുക്ക് സെൻറ്റർ ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷനും കൂടിയും വരും. അത് എത്രയാണ് വരുന്നത്? സെൻറ്റർ ആറ്റത്തിൻ്റെ 1 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ 1 ഫ്രം സെൻറ്റർ, പിന്നെ എന്താണ് 1 ഫ്രം കോർണർ. കണ്ടോ, കോർണറിന് 1 വരും, സെൻറ്ററിന് 1 വരും. ടോട്ടൽ എത്ര വന്നു? 2 വന്നു. സിമ്പിളാണ്. ഇതങ്ങ് കാണാതെ പഠിച്ചാൽ മതി, കാൽക്കുലേഷൻ ഒന്നും അറിയണമെന്നില്ല. സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 8 × 1/8 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓക്സിജൻ മോളിക്യൂൾസ് ആർ ക്യാരിഡ് ബൈ എ സിംഗിൾ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ? അപ്പോൾ നിങ്ങൾക്കറിയാമോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 4, 3, 2, 1 ആണ് വന്നിരിക്കുന്നത്. ഹൗ മെനി ഓക്സിജൻ മോളിക്യൂൾ, എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ആണ് ആർ ക്യാരിഡ് ബൈ എ സിംഗിൾ ഹീമോഗ്ലോബിൻ, ഒരു സിംഗിൾ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത 4 ആണ്. 4 ഓക്സിജൻ മോളിക്യൂൾസ് ആണ് ഇത് ക്യാരി ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഇതിനകത്ത് 4 ഹീം ഗ്രൂപ്പ് ഉണ്ട്. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെല്ല് RBCയിൽ കാണുന്ന സാധനമാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലേ. RBCയിൽ ഇതാണ് ഓക്സിജൻ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹീം ഗ്രൂപ്പിൽ ഓരോ ഹീം ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരു അയേൺ ഉണ്ടായിരിക്കും, ഒരു അയോൺ പ്രസൻ്റ് ആയി. മമ്മേലിയൻ ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ 4 ഓക്സിജൻ മോളിക്യൂളായിട്ടാണ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി സിംഗിൾ ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ എന്തായിരിക്കും? ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ഓക്സിജനാണ് ഉണ്ടാവുക. കാരണം അതിനകത്ത് 4 ഹീം ഗ്രൂപ്പ്സ് പ്രസൻ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ ഹീമോഗ്ലോബിൻ ഈ ഒരു ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് ആയതുകൊണ്ടാണ് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. എവിടേക്കാണ് നടക്കുന്നതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. ലങ്സിൽ നിന്നും ടിഷ്യൂസിലേക്കാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത്, ലങ്സിൽ നിന്നും ടിഷ്യൂസിലേക്കാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഓക്സിജൻ്റെ. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, എ സിംഗിൾ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി 4 ഓക്സിജൻ മോളിക്യൂൾ. അതുപോലെ അതിന് കാരണം എന്താണ്? അതിൽ 4 ഹീം ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ഹീം ഗ്രൂപ്പിലും ഓരോ അയേൺ ആറ്റം പ്രസൻ്റ് ആയിരിക്കും. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദർ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് 0.0063 gram? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ 0.0063 ആണ് നമ്മളെ ക്വാണ്ടിറ്റി പറയുന്നത്. അപ്പോൾ ലീഡിങ് സീറോ എന്ന് പറയുന്നത് മുന്നിൽ വരുന്ന സീറോസ് ലീഡിങ് സീറോ എന്ന് പറയും. ലീഡിങ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ലീഡിങ് സീറോസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, മറക്കരുത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പം ബാക്കി വരുന്ന ആൾക്കാർ 6ഉം 3ഉം മാത്രമല്ല. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറയാൻ്റെ ആൻസർ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. 6, 3യുടെ അപ്പുറത്ത് വരികയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ലീഡിങ് സീറോസ് ആയതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് അല്ല, നോട്ട് സിഗ്നിഫിക്കൻ്റ്. അതുകൊണ്ട് 6ഉം 3ഉം മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. നമ്മുടെ ആൻസർ വരുന്നത് 2 ആണ്. 1, 2. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many peaks are observed in the IR spectrum of carbon dioxide molecule? Options 3, 4, 2, 1. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. ഇൻ ദ IR സ്പെക്ട്രം, IR സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്രാറെഡ് സ്പെക്ട്രം ഓഫ് കാർബൺ ഡയോക്സൈഡ് അല്ലേ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വൈബ്രേഷണൽ മോഡിന് വെച്ചിട്ടാണ്. വൈബ്രേഷണൽ മോഡ് ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് പീക്സ് ഒബ്സർവ്ഡ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ CO2ൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഇതിനകത്ത് 3 വൈബ്രേഷണൽ മോഡ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഒരെണ്ണം നമ്മുടെ സിമ്മെട്രിക് സ്ട്രെച്ചിങ് ആണ് കേട്ടോ, സിമ്മെട്രിക് സ്ട്രെച്ചിങ്. രണ്ടാമത്തെ ആളാണ് അസിമെട്രിക് സ്ട്രെച്ചിങ്. മൂന്നാമത്തെ ആളാണ് ബെൻഡിങ്. ഈ വൈബ്രേഷൻ മോഡ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ സിമ്മെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അതുപോലെ ബെൻഡിങ്ങും ഉണ്ട്. ഈ സിമ്മെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. അതുകൊണ്ട് തന്നെ IR ഇനാക്റ്റീവ് ആണ്. അസിമെട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിലോ IR ആക്റ്റീവ് ആണ്.
ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറയുന്നതും IR ആക്റ്റീവ് ആണ്, മാത്രമല്ല ഡബ്ലി ഡീജനറേറ്റ് കൂടിയാണ്. ഓക്കെ, അതായത് എന്താ ഡബ്ലി ഡീജനറേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പിയേഴ്സ് എസ് 1 പീക്ക്, നമുക്ക് കാണുമ്പോൾ ഒരു പീക്കുള്ളൂ, പക്ഷേ 2 മോഡ്സ് പ്രസൻ്റ് ആയിരിക്കും. 2 മോഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം IR ആക്റ്റീവ് ആണ്, അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ആക്റ്റീവ്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കണ്ടു ഇവിടെ? 2 എണ്ണം കണ്ടുള്ളൂ അല്ലേ. അപ്പോൾ 2 IR ആക്റ്റീവ് വൈബ്രേഷൻസ് ആർ ഒബ്സർവ്ഡ്, 1 പീക്ക് ഫ്രം ദ അസിമെട്രിക് സ്ട്രെച്ചിങ് മോഡ്, 1 പീക്ക് ഫ്രം ദ ഡീജനറേറ്റ് ബെൻഡിങ് മോഡ്. ക്ലിയർ ആയോ? അതുകൊണ്ട് 2 ഡിസ്റ്റിങ്ക്റ്റ് പീക്കാണ് IR സ്പെക്ട്രത്തിൽ കാണുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരെണ്ണുണ്ടോ? യെസ്, 2 ഇതാ കിടക്കുന്നു. ഓപ്ഷൻ C ആണ് വരുന്നത്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോൺ ബൈ ദ ട്രാൻസിഷൻ എലമെൻറ്റ്. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +7, +8, +6, +5 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് +8 ആണ് കേട്ടോ. +8 കാണിക്കുന്ന ആൾക്കാരാരൊക്കെയാണെന്നറിയാം നിങ്ങൾക്ക്? ഒന്ന് നമ്മുടെ ഓസ്മിയാണ്, രണ്ടാമത്തെ ആൾ നമ്മുടെ റുദീനിയമാണ് കേട്ടോ. ഓസ്മിയം, റുദീനിയം ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. അതായത് ഓസ്മിയം ടെട്രോക്സൈഡ് 4 ഓക്സിജൻ അല്ലേ, ഓസ്മിയം ടെട്രോക്സൈഡും റുദീനിയം ടെട്രോക്സൈഡ് എങ്ങനെ എഴുതാം? RuO4 4 ഓക്സൈഡ്. ഇവർ 2 പേരാണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +8 കാണിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും മതി. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. നിങ്ങൾ കാണാൻ മാത്രമല്ല, നിങ്ങളിതിനെ കമൻറ്റ് മാർക്ക് ചെയ്യണം. പിന്നെ എത്രയും പെട്ടെന്നൊക്കെ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പിന്നീട് ഈ പ്രോബ്ലംസിൻ്റെ സെഷൻ മാത്രം യൂട്യൂബിൽ ഞാൻ അധികം ഇടില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് കൊടുക്കും. ക്ലാസ്സിലെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഇത് മാറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ട് നോട്ടൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക്